കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു പണിയും കിട്ടും. അതാ നിങ്ങൾ തീയിടാനൊന്നും നിൽക്കണ്ട, ചിലപ്പോൾ ഒക്കെ കൂടി കത്തിപ്പോവും. കാരണം സ്ക്രൂ ഇളകിപ്പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. നല്ല ഹാപ്പിയായി പരിപാടി കഴിഞ്ഞപ്പോൾ. ഇപ്പോഴാണ് സംഭവം സെറ്റായത്. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ വരാപ്പുഴ അടുത്ത് ഇവിടെ ഒരു വീടിൻ്റെ ഈ വീട് കണ്ടോ, ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ വർക്കും എക്സ്റ്റീരിയർ വർക്കും കംപ്ലീറ്റ് വർക്ക് നമ്മൾ ചെയ്തതാണ്. ഇതിന് നമ്മളങ്ങനെ പാർട്ടിക്കിൾ ബോർഡ് MDF അങ്ങനെയുള്ള മെറ്റീരിയലൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീട് പണിയുന്ന ആളുകൾക്ക്, പണിയാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒത്തിരി പ്രയോജനപ്പെടും നമ്മുടെ ഈ വീഡിയോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് കാണട്ടെ. കുറേ കാര്യങ്ങൾ, അതായത് അധികം ബഡ്ജറ്റിലോട്ട് പോവാതെ എന്നാൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്തേക്കുന്ന കുറേ വർക്കുകൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇതിൽ നമ്മൾ ഈ ജനൽ ഡോർ ഇതൊക്കെ നമ്മൾ തേക്കിലാണ് ചെയ്തേക്കുന്നത്. തേക്ക് നാടൻ തേക്ക്, ഇത് കംപ്ലീറ്റ് നാടൻ തേക്ക് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ഈ ഫ്രെയിം കട്ടള നമ്മൾ ചെയ്തേക്കുന്നത് തേക്കല്ല, തേക്കിൻ്റെ കളർ കൊടുത്തേക്കാണ്. ഇത് ആഞ്ഞിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കൂടെ ഇതൊക്കെ നാടൻ തേക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ കട്ടളയും ഇതും പാനലിംഗ് ആണ്, തേക്കിൻ്റെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നോർമൽ 6 സൈസിൻ്റെ കട്ടള വെച്ചിട്ട് തേക്കിൻ്റെ പാനലിംഗ് ചെയ്തിരിക്കുന്നത്. ഈ സീലിംഗ് വർക്കുകൾ, ജിപ്സം ബോർഡ് ചെയ്തിരിക്കുന്ന സീലിംഗ് വർക്കുകളാണ്. പിന്നെ ഇതിൻ്റെ LED വർക്കുകൾ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു TV യൂണിറ്റാണ്. ഈ TV യൂണിറ്റ് നമ്മുടെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ PVC ലാമിനേഷനാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്, അലൂമിനിയം ഫ്രെയിമിൽ. ഇത് PVCയുടെ വാൾ പാനലിംഗ് ആണ്. PVC വാൾ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് താഴെ കൊടുത്തിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഡ്രോസ് ആണ്. ഡ്രോസ് അല്ല കേട്ടോ, ഇത് ഡോറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പിലുള്ള ഡ്രോകളാണ് ഈ 3 ഡ്രോകൾ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ജിപ്സം ബോർഡിൽ നമ്മൾ പെയിന്റിങ് വർക്ക് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് വുഡൻ ഗ്രെയിൻസ് വരച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ കംപ്ലീറ്റ് അതിൻ്റെ LED വർക്കുകളും. പിന്നെ ഈ കോർണറിലായിട്ട് നമ്മൾ വാഷ് ബേസിന് വേണ്ടിയിട്ട് ഒരു ചെറിയ യൂണിറ്റ്, ഇവിടെയും PVC ലാമിനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വിത്ത് ലൈറ്റോട് കൂടിയിട്ട്. 2 ഡോർ അടിയിൽ 2 ഡോറും ചെയ്തിട്ടുണ്ട്. അത് ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് കസ്റ്റമർക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കണമെന്ന്, അവർക്ക് ഇൻവെർട്ടർ വെക്കാനായിട്ട് ഒരു ഈ സ്പേസാണ്. അപ്പോൾ ഒന്ന് അടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു വർക്കാണത് കംപ്ലീറ്റ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയുള്ള സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ പാഴാക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നല്ല സ്പേസ് വരുന്ന ഏരിയയാണിത്. ഇത് ഡോറല്ല, ഡോറിൻ്റെ ഷേപ്പിൽ നമ്മളൊരു ഫിക്സ്ഡ് ആയിട്ടൊരു പീസ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത്ര സ്പേസ് അത് ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ് ഇട്ടേക്കുന്നത്. ഈ വീടിൻ്റെ കസ്റ്റമർക്ക് ഒരു നിർബന്ധം, സ്റ്റെയർ ഒന്നും സ്റ്റീലാ അങ്ങനെയുള്ള മെറ്റീരിയലൊന്നും ഉപയോഗിക്കരുത്, നല്ല തേക്കിൽ തന്നെ ചെയ്ത് തന്നെ. അപ്പോൾ നമ്മൾ ആ ഡോറിനെയും ജനലിനെയൊക്കെ തേക്കെടുത്തപ്പോൾ സ്റ്റെയറിനുള്ള തേക്ക് കൂടി ഒരുമിച്ച് നമ്മൾ അറുത്തു. അപ്പോൾ തേക്കിൻ്റെ, അതായത് ഫുള്ളായിട്ട് നാടൻ തേക്ക് ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസാണിത്. ഈ ഡിസൈനും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത്തിരി ലേബർ കൂടുന്ന ടൈപ്പിലുള്ള ഒരു സ്റ്റെയർ കേസാണിത്. എങ്കിലും കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ചിട്ട് നമ്മൾ ഇതേ ഡിസൈൻ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തു. ഫുള്ളായിട്ട് തേക്കിൽ തന്നെയാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിൻ്റെ സീലിംഗ് വർക്കും ഒരു വാം ലൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സീലിങ്ങിലേക്ക് ജിപ്സം ബോർഡിൽ. പിന്നെ ഒരു ഫാനും കൂടി ഇവിടെ വരാനുണ്ട് കേട്ടോ, അതിപ്പോൾ ഫിറ്റിംഗ് ആയിട്ടില്ല, ഇവിടെ വർക്ക് ഫിനിഷ് ആവണുള്ളൂ. പിന്നെ ഇത് ബെഡ്റൂമിലേക്കുള്ള, മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള കബോർഡാണ്. ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ PVC ലാമിനേഷനാണ്. ഇതെല്ലാം PVC ലാമിനേഷനാണ്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് അലൂമിനിയമാണ്. അലൂമിനിയത്തിൽ സ്റ്റീൽ പ്ലേറ്റ് ചെയ്തേക്കുന്നത്, സ്റ്റീൽ പ്ലേറ്റിംഗ് ആണത്. കണ്ടാൽ SS പോലെ ഇരിക്കും, പക്ഷേ അലൂമിനിയത്തിൽ സ്റ്റീൽ പ്ലേറ്റിംഗ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പാർട്ടിക്കിൾ ബോർഡ് ഇട്ട് ചെയ്തതിനേക്കാളും MDFിനേക്കാളും മൾട്ടിവുഡിനേക്കാളും ഒരു ഗുണമാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈ ഓട്ടോക്ലോസിങ് ജസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കുന്നത് ഈ അലൂമിനിയത്തിലാണ്. കാരണം സ്ക്രൂ ഇളകിപ്പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല, നല്ല സ്ട്രോങ് ആയിട്ട് അതിലിരുന്നോളൂ. അപ്പോൾ നിങ്ങളും വീടുകൾ എന്തെങ്കിലുമൊക്കെ പണിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. കാരണം ലോങ് ലാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ആയിരിക്കും നമുക്ക് ഗുണത്തിൽപ്പെടുന്നത്. ഇതെല്ലാം ഫിക്സ്ഡ് ആണ്, സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബാക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മൾട്ടിവുഡിൻ്റെ ഒരു ഷീറ്റാണ്, ഈർപ്പൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തൊട്ട് തേങ്ങയാണിത്, ഇതിൻ്റെ ലാമിനേഷൻ്റെ ഷീറ്റൊന്നും പറിച്ച് കളഞ്ഞിട്ടില്ലല്ലോ. അതെ, നമ്മളെ പണിക്കാർ ഈ ലാമിനേഷൻ്റെ ഈ സ്റ്റിക്കറൊക്കെ വിളിച്ചളയാൻ വിട്ടുപോയി, അപ്പോൾ അതുകൊണ്ടൊന്ന് കളഞ്ഞേക്കാം. ഇപ്പോഴാണ് സംഭവം സെറ്റായത്. നമ്മുടെ പണിക്കാരെ പെട്ടെന്ന് പണി നിർത്തി വീട്ടിലേക്ക് പോയതാണ്, അതാണ് ആ ഷീറ്റിൻ്റെ പറിച്ച് കളയാൻ വിട്ടുപോയത്. ഇനി നമുക്ക് കിച്ചൺ ക്യാബിനറ്റിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് നോക്കാം. ആ കിച്ചൻ്റെ ഡോർ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഡോറാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഗ്ലാസ്സിൽ ചെറിയൊരു എച്ചിങ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കിച്ചൺ യൂണിറ്റിലേ നമ്മൾ ചെയ്തിരിക്കുന്നത് PVC ഷീറ്റാണ്. PVC ഷീറ്റ് മെറ്റാലിക് ഫിനിഷാണിത്. പിന്നെ ഫ്രെയിം എല്ലാം വരുന്നത് അലൂമിനിയം സ്റ്റീൽ പ്ലേറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്.
ഈ കിച്ചണിലൊക്കെ നമ്മൾ എപ്പോഴും മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം റഫ് യൂസിങ് വരുന്നതാണ്. വെള്ളത്തിൻ്റെ അംശം എപ്പോഴും നമ്മൾ ഈ ഡോറിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കംപ്ലൈൻറ്റ് വരാത്ത ടൈപ്പിലുള്ള മെറ്റീരിയലാണ് എപ്പോഴും യൂസ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് കംപ്ലീറ്റ് എപ്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ PVC ഷീറ്റിനെ കുറിച്ച് കമ്പനി പറയുന്നത് വെള്ളം നനഞ്ഞാലൊന്നും യാതൊരു കംപ്ലൈൻറ്റ് വരില്ലെന്നാണ് പറയണേ. പിന്നെ അതുകൂടാതെ തീ പിടിക്കില്ലെന്ന് പറയുന്നുണ്ട്. നമുക്ക് കത്തിച്ച് നോക്കാനൊന്നും പറ്റൂല കേട്ടോ, അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ തീയിടാനൊന്നും നിൽക്കണ്ട, ചിലപ്പോൾ ഒക്കെ കൂടി കത്തിപ്പോവും. കമ്പനി അങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് തീയിടാൻ നിൽക്കണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് നമ്മൾ 2 ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കിച്ചണൊക്കെ ചെയ്യുമ്പോഴേ ഈ സ്ലാബ് അടിച്ച് വാർക്കേണ്ട കാര്യമില്ല. കാരണം ഇവരിപ്പോൾ ഈ കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരുന്നത്. നമ്മളത് ബോക്സ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഈ സിങ്ക് വരെ വരൂ ഈ ഇതൊക്കെ ഒന്ന് കാണട്ടല്ല വരും. കാരണം ഈ സിങ്ക് വരെ നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. സിങ്കിൻ്റെ സ്റ്റിക്കറും പറിച്ചിട്ടില്ല. ഇവന്മാർക്ക് എന്താ സ്റ്റിക്കറിനോട് ഭയങ്കര അലർജിയാണ് നമ്മുടെ പണിക്കാർക്ക്. ഒറ്റെണ്ണത്തിൻ്റെ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി ഉണ്ട് കേട്ടോ. വർക്ക് ഏരിയ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇവിടെ ഇട്ടിരുന്നത്. നമ്മളത് ബോക്സ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇട്ടേക്കുന്നതാണ്. അതേ സെയിം മെറ്റീരിയൽ തന്നെ ഡോറിന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയത്തിൻ്റെ സ്റ്റീൽ പ്ലേറ്റ് ചെയ്ത ഫ്രെയിമിൽ PVC ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു സിങ്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്റ്റിക്കർ ഉണ്ട്. എന്തൊട്ട് തേങ്ങിയത് ഉമ്മാർ എന്തൊട്ടാ പറയാ. പിന്നെ അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂം കൂടി ഉണ്ട്. അതിൽ ഒരു ബെഡ്റൂം നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിലുള്ള അതേ കബോർഡിൻ്റെ കോപ്പി തന്നെയാണ് അടുത്ത ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സീലിംഗ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ സീലിംഗ് വർക്ക് ഉണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ഐഡിയ അല്ല കേട്ടോ. ഈ വീട്ടിലെ കുട്ടി ഉണ്ടല്ലോ, അയാൾ 7ാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്നതാ. പുള്ളിക്കാരൻ വരച്ചതാ. ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു വരച്ചതാ. പുള്ളി അത്യാവശ്യം വരക്കുന്ന ആളാ. കളറും വരച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതേ സെയിം LED ഒക്കെ എടുത്തിട്ട് വെച്ചു കൊടുത്ത്. പയ്യൻ നല്ല ഹാപ്പിയായി പരിപാടി കഴിഞ്ഞപ്പോൾ. മതി ഇങ്ങോട്ട് വാ, സീലിങ്ങിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് പിന്നെ കാണിക്കുന്നി വാ. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അവർ 2 2 ഡോറായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിലൊക്കെ ലാമിനേഷൻ്റെ സ്റ്റിക്കർ വരയ്ക്കാറുണ്ട് കേട്ടോ. പ്യുവർ വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് ഈ സ്റ്റിക്കർ വരച്ച് കഴിയുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഈ ഡോറ് ഇത് മഹാഗണി ചെയ്തിരിക്കുന്ന ഡോറാണ് കേട്ടോ. താഴെ മാത്രമാണ് തേക്കിൻ്റെ ഡോറ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുകളിൽ ബഡ്ജറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഹാഗണിയാണ്. ഈ സംഭവം ഞങ്ങളിങ്ങനെ പറഞ്ഞതിന് എന്താണെന്ന് പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ ഇതേ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കണം. ഈ വിശേഷങ്ങൾ കാണിക്കണതിൻ്റെ പ്രധാന ഉദ്ദേശം അതാണ്. ഇതേപോലെ ബെഡ്റൂം കബോർഡോ കിച്ചൺ ക്യാബിനറ്റോ സീലിംഗ് വർക്കോ മരത്തിൻ്റെ ഡോറോ ജനലോ എന്തൊട്ട് തേങ്ങയാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ബഡ്ജറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തു തരാമെന്നേ. നമ്മുടെ യൂണിറ്റിൽ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ഈ അപ്സ്റ്റെയറിലുള്ള ബെഡ്റൂമിൽ നിന്ന് നേരെ ഒരു ബാൽക്കണിയിലേക്കാണ് പാസേജ് വരുന്നത്. ഇവിടെ നമ്മളൊരു ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് SS-ലാണ് ഈ ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. ഫുൾ ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ടഫ്ലോൺ ചെയ്ത ഗ്ലാസ് ആണ്. കാരണം ഇത് എന്തെങ്കിലും റഫ് യൂസിംഗ് ഒക്കെ വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടഫ്ലോൺ ചെയ്തിരിക്കുന്നത്. ഈ ടഫ്ലോൺ എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് അറിയായിരിക്കും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തരി പോലെ ഈ കൽക്കണ്ട വീഴണ പോലെ അങ്ങോട്ട് ചിതറി അങ്ങോട്ട് വീഴും. അതിനാണ് ഈ ടഫ്ലോൺ എന്ന് പറയുന്ന പരിപാടി. സാധാരണ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കഴിഞ്ഞാലേ താഴെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ചെയ്തേക്കണം. പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്, പല സ്ഥലത്തും പൊട്ടാറുണ്ട്. പിള്ളേരൊക്കെ അടിച്ച് പൊട്ടിക്കൊന്നേ, സിമ്പിളായിട്ട് അടിച്ച് പൊട്ടിക്കളയും. പിന്നെ ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം കൂടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് വർക്കൊക്കെ വേറൊരു പാറ്റേൺ ആണ്. ഇത് നമ്മുടെ സ്വന്തം ഐഡിയാണ്, കസ്റ്റമർ പറഞ്ഞതല്ല. ഈ ബെഡ്റൂമിൻ്റെ PVC ലാമിനേഷൻ ഷീറ്റ് അത്യാവശ്യം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് PVC തന്നെ വാൾ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോറും മറ്റു കാര്യങ്ങളെല്ലാം ഫ്രെയിമൊക്കെ തന്നെ അലൂമിനിയത്തിൻ്റെ സ്റ്റീൽ പ്ലേറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ കസ്റ്റമർ ഈ ഒരു ഐറ്റം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ മെറ്റീരിയൽ യൂസ് ചെയ്തത്. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ചിട്ടാണ് ഒരേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് തന്നെ വേണമെങ്കിൽ മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ട് ചെയ്യാം, എഡ്ജ് ബാൻഡ് ചെയ്തിട്ട് ചെയ്യാം, പിന്നെ MDF ചെയ്യാം, മൾട്ടിവുഡ് ചെയ്യാം, മരത്തിൽ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമ്മൾ യൂണിറ്റ് ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമറുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ട് ബഡ്ജറ്റ് നോക്കിയിട്ടാണ് കൂടുതലും ചെയ്യാറ്. പിന്നെ ഇത് കസ്റ്റമർ സെലക്ട് ചെയ്തതാണ് കേട്ടോ ഈ PVC ഡോറിൻ്റെ ഡിസൈൻ. സംഗതി എനിക്കത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം
ഈ ഒരു ഇൻറ്റീരിയറായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കളറുള്ള പാറ്റേൺ ഇതിനോട് ചേരാനുള്ള, പക്ഷേ കസ്റ്റമർ പറഞ്ഞപ്പോൾ പിന്നെ നമുക്കതിൽ വേറെ ഓപ്ഷൻ ഇല്ല, നമ്മളവിടെ വെച്ച് കൊടുത്തു. വീഡിയോ ചിലപ്പോൾ കസ്റ്റമർ കാണണ്ടാവട്ടെ, എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ, സംഗതി ചേരൂല്ല, നന്നേ അവരോട് പറഞ്ഞിട്ടുണ്ടായി. ൊക്കെ ഈ ഡോറുകളൊക്കെ നമ്മൾ പണിതിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പലകയൊക്കെ കംപ്ലീറ്റ് മഹാഗണിയാണ്, ഫുൾ മഹാഗണിയാണ് സംഭവം. ഇതിൽ ജോയിൻ്റ് ഒന്നുമില്ല കേട്ടോ, ഒറ്റ പലകയാണ് ഇട്ടേക്കുന്നത്. സാധാരണ എല്ലാവരും ചെറിയ ചെറിയ പീസൊക്കെ ജോയിൻ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും ഇതിൻ്റെ അകത്ത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടടിച്ച് കഴിയുമ്പോൾ ഈ പലക വെട്ടവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ബെഡ്റൂമിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ, അപ്സ്റ്റെയറിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരിക്കലും ജോയിൻ്റ് ചെയ്യരുത്. ജോയിൻ്റ് ചെയ്യാതെ തന്നെ ഒറ്റ പലക ഇടാൻ ശ്രമിക്കണം. വീഡിയോ കാണുന്ന ചങ്ങാതിമാർക്കൊക്കെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയ വീട് പണിയുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കോ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. കാരണം നമ്മുടെ കൂടെ നല്ലൊരു ടീമുണ്ട്. അലൂമിനിയത്തിൻ്റെ സെക്ഷൻ ഒരു ടീം, കാർപ്പൻട്രിക്ക് വേറെ, സ്റ്റീലിൻ്റെ അലമാരകൾ ഉണ്ടാക്കാൻ വേറെ സെക്ഷൻ. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. മെയിൻ്റനൻസ് വർക്കാണെങ്കിൽ പോലും നമ്മളൊരു ടീമുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓൾ കേരള നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക. ഇപ്പം നന്നായിട്ടുണ്ടെങ്കിൽ ഈ വർക്ക് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു, അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. കാരണം നിങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ അടുത്ത വർക്കിന് ആ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിനുള്ള മാറ്റങ്ങൾ വരുത്തും. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യുക. കാരണം വീട് പണിയാൻ നിൽക്കുന്ന ആളുകൾ, അതുകൂടാതെ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കാണെങ്കിൽ പോലും നമ്മളത് ചെയ്തു കൊടുക്കും. അപ്പോൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് അത് ഉപകാരം ഉണ്ടാവും. കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു പണിയും കിട്ടും, അതാണ് പ്രധാന കാര്യം കേട്ടോ. അപ്പോൾ ഒന്ന് ദയവേതൊന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. ഈ വലിയ വലിയ യൂട്യൂബർമാരൊക്കെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെയൊന്നും നമ്മൾ കൽപ്പിക്കണില്ല. കാരണം നമ്മളൊരു ചെറിയ ചാനലാണ്. ഒന്ന് ഫോളോ ചെയ്തിട്ടേക്ക്. കാരണം ഇതുപോലെയുള്ള കുറേ വീഡിയോകളൊക്കെ വരും.